ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നൊസ്റ്റാൾജിയ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു നൊസ്റ്റാൾജിയാണ് ഈ കാണുന്ന പഞ്ഞിമിഠായി. അതായത് ഈ ഉന്തുവണ്ടിയിൽ കടന്നു പോകുന്ന കൃഷ്ണേട്ടനെ നമ്മുടെ കൊയിലാണ്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഇദ്ദേഹത്തിനെ ഇപ്പം കാണണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഉത്സവപ്പറമ്പിലെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇവർ വരാറില്ല. കാരണം എന്താ, നമ്മുടെ ഈ ഉന്തുവണ്ടി ഉന്തി വരണ്ടേ. എന്നാൽ പോലും നമ്മുടെ കൊയിലാണ്ടിയിൽ നിന്നും നെല്ലിയാടി റോഡിൽ, അതായത് ശക്തൻകുളങ്ങര അമ്പലത്തിൻ്റെ സൈഡ് തൊട്ടിട്ട് അങ്ങ് നെല്ലിയാടി കടവ് പാലത്തിൻ്റെ അടുത്ത് വരെ ഇദ്ദേഹം എത്തും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കീഴരൂരും അങ്ങനെയൊക്കെ എത്തും. എങ്കിൽ പോലും ഈ മിഠായില്ലേ 20 വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട്. എന്താണ്, നമുക്ക് മദാമച്ചപ്പ പഞ്ഞിമിഠായി. ഇതിന് യഥാർത്ഥ നാമം എന്താണെന്നറിയോ? അനാർക്കലി ബോംബെ സ്വീറ്റ്സ് എന്നാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സുഖത്തിന് എന്താ പറയുക, വായിക്ക് ടേസ്റ്റ് ഉള്ളതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പേര് വിളിക്കില്ലേ, അത് തന്നെയാണ്. എന്താ പറയുക, വളരെ നല്ലൊരു ടേസ്റ്റ്, വായിലിട്ടാൽ അലിഞ്ഞു പോവും. അതേപോലെ തന്നെ ഈ പഞ്ഞിമിഠായിനോടുള്ള ഇഷ്ടം എനിക്ക് ഈ കൃഷ്ണേട്ടനോടുണ്ട് കേട്ടോ. ഈ കൃഷ്ണേട്ടനെ ഉന്തുവണ്ടിയായിട്ട് പോടന്ന് പോകുമ്പോൾ 5 രൂപയെങ്കിൽ 5 രൂപ. പണ്ടത്തെ കാലം സ്കൂളിൽ പോകുന്ന സമയത്ത് ആകെ 5 രൂപയായിരിക്കും ബസ്സിന് തരിക. പക്ഷേ അതിൽ നല്ല ഇസ്ക്കി വെച്ച് ആ പൈസ എടുത്തിട്ട് നമ്മൾ ഈ കൃഷ്ണേട്ടനോട് ഗേൾസ് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് ഈ മിഠായി വാങ്ങി കഴിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും അനുഭവങ്ങൾ. അപ്പോൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ, കൃഷ്ണേട്ടനെ അറിയുന്നവർ പ്രത്യേകിച്ചും.